മുടിയിൽ താരം കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പാതെ കണ്ടോളൂ, എന്തായാലും പ്രയോജനപ്പെടും. എൻ്റെ തലയിൽ താരൻ നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണ്. ഇപ്പോൾ ഇതാ എൻ്റെ മോളുടെ തലയിൽ താരൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറച്ച് താരനൊക്കെ ഉണ്ട്, അത്യാവശ്യം ഉണ്ട് താരട്ടവളെ. അപ്പോൾ ഞാനിത് അവളുടെ തലയിൽ ഈ എണ്ണയാണ് തേക്കുന്നത്. ആഷ് ഡാൻഡ്രഫ് ഓയിൽ എന്നാണ് ഓയിലിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇതൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞാൻ അവരുടെ റിവ്യൂസ് കണ്ടിട്ട് വാങ്ങിയതാണ്. എനിക്ക് അറിയണ്ടായിരുന്നില്ല എങ്ങനെയായിരിക്കും എന്നൊക്കെ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാനിത് ഇടുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു റിവ്യൂ പറയുന്നത് പൂർണ്ണമായിട്ടും ആ താരൻ നിങ്ങൾക്ക് മാറും, എങ്ങനെയാണ് തേക്കേണ്ടത് എന്നൊക്കെ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മൾ താരൻ ഉള്ളത് എവിടെയായാലും സ്കാൽപ്പിലാവുമല്ലോ, അപ്പോൾ അവിടെ നന്നായി എണ്ണ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് 20 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ അത് തലയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നന്നായി താരനുണ്ടെങ്കിൽ അത്രയും താരനാണ് നിങ്ങൾക്കെങ്കിൽ 1 to 2 മണിക്കൂറാണ് നിങ്ങളത് തേച്ച് പിടിപ്പിക്കേണ്ടത്. എന്നിട്ട് ബേബി ഷാമ്പു ഉപയോഗിച്ച് അത് കഴുകി കളയണം. ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായി അത് മാറുന്ന വരെ തേക്കണം കേട്ടോ. എന്നിട്ട് മാത്രമേ റിസൾട്ട് പറയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ വീക്ക്ലി ഒരു വട്ടമൊക്കെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. അടിപൊളി എണ്ണയാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ വാങ്ങുക. ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്, അവരുടെ പേജ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടാണ് കേട്ടോ. ആഷ് ഡാൻഡ്രഫ് ഓയിൽ എന്നാണ് കേട്ടോ ഇത് എണ്ണയുടെ പേര്. കുളിയൊക്കെ കഴിഞ്ഞ് ഷാമ്പു ഇട്ട് കഴുകിയപ്പോൾ അവളുടെ തലയുടെ ₹1 കേട്ടോ. ഇത് പൂർണ്ണമായി മാറിയിട്ടില്ല അവളുടെ, കാരണം അത് ഞങ്ങൾ 1-2 ദിവസമായിട്ടുള്ള ഇത് തേക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരികയാണ് ഇങ്ങനെ ഒരു എണ്ണ. കുട്ടികൾക്കാണെങ്കിലും എത്ര മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ തേക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഗ്യാരണ്ടി, കാരണം എൻ്റെ തലയിൽ അത്രയ്ക്ക് താരൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ പൂർണ്ണമായിട്ട് മാറി. ഞാൻ എൻ്റെ തലയിലെ ബിഫോർ ആഫ്റ്റർ പിക്ചറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ആ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിരിക്കും കേട്ടോ. ഇങ്ങനെ ഒരു നല്ല എണ്ണ ഞാൻ എപ്പോഴും വിചാരിക്കും, ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ ഒരുപാട് ഹെയർ ഓയിലുകൾ ഇങ്ങനെ കിട്ടുന്നുണ്ട്, ഏത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. അവസാനം ഞാൻ ഡിസൈഡ് ചെയ്തതാണ് ഈ ഒരു ഹെയർ ഓയിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവുക എന്നല്ല, നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് വാങ്ങി തന്നെ യൂസ് ചെയ്യണം. 499 രൂപയാണ് കേട്ടോ ആ ഒരു കുപ്പിയുടെ റേറ്റ് വരുന്നത്, പ്ലസ് ഷിപ്പിംഗ് ചാർജും ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ എത്ര പൈസ ചിലവാക്കണോ ഈ എണ്ണയ്ക്ക് വേണ്ടി. നിങ്ങൾക്ക് ആ തലയിൽ അത്രയും താരം കൊണ്ട് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഈ എണ്ണ നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങുക കേട്ടോ. റിസൾട്ട് ഉണ്ടായിരിക്കും, ഞാനാണ് പറയുന്നത്. അവരുടെ പേജ് നിങ്ങൾ പോയി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ എത്ര പേര് താരം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും ഉണ്ടായിരിക്കും ഇങ്ങനെ ഒരു അനുഭവം. താരൻ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും. പുറത്ത് പോകുമ്പോഴും മുടി ഇങ്ങനെ ഭയങ്കര ഇതാവുമ്പോഴൊക്കെ ചൊറിച്ചിലും എല്ലാം വരാം. താരൻ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ. നമ്മുടെ തലയ്ക്കാണെങ്കിലും എന്താണെങ്കിലും താരൻ വന്നല്ല മുടിക്കുക. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഹെയർ കെയർ ഒന്ന് നോക്കി നോക്കൂ, താരനുള്ളവർ.